ഇക്കട വ്ളോഗിൽക്ക് ഹോഴ്സ് കൊഞ്ഞെല്ലാം കുത്തി കാണിക്കണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡെയിലി വ്ളോഗ് ഡേ 3. ഇന്നൊരു വീക്കെൻഡ് ആയിരുന്നു. വളരെ ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഓസ്ട്രേലിയ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കണ്ടു. അതിൽ സൗത്ത് ആഫ്രിക്ക ജയിക്കുന്നതിന് വളരെ സന്തോഷത്തോടെ കണ്ടിരുന്നു. ഒപ്പം ഓസ്ട്രേലിയ തോറ്റതിൽ വലിയ സന്തോഷം തോന്നി. എന്നിട്ട് നേരെ നമ്മളെ ജസ്റ്റ് ബൈറ്റിലോട്ട് നമ്മളെ സ്വന്തം കരീം കട ചായ കുടിക്കാൻ പോയി. ചായയും സ്നാക്സൊക്കെ കഴിച്ചിരിക്കുമ്പോഴത്തേക്കും ദുബായിൽ നിന്ന് ഫൗസ് ആഷിക്ക് വന്ന് അവരും കൂട്ടി നമ്മൾ അബുദാബി ഖലീഫ പാർക്കിൽ നടക്കുന്ന നാടൻ ക്യാമ്പിലോട്ട് പോയി. ഒരുപാട് നല്ല മനുഷ്യർ, ഒരിക്കൽ പോലും കണ്ടുപരിചയമില്ലാത്ത ഒരുപാട് പേരെ കൂടെ ഇൻട്രാക്ട് ചെയ്യുകയും അവരുടെ കൂടെ നല്ല ടീം ബിൽഡിങ് ഗെയിംസ് കളിക്കുകയും നല്ല ഫൺ ആക്ടിവിറ്റി ചെയ്യുകയൊക്കെ ചെയ്തു. അതിലൊരുപാട് സന്തോഷം തോന്നി. നമുക്ക് മാത്രമല്ല, നമ്മളുടെ പിള്ളേരും എല്ലാവരെയായിട്ട് ഇൻവോൾവ് ചെയ്യുകയും കളിക്കണമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രവാസികളായിട്ട് വേറൊരു രാജ്യത്ത് നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഉള്ള സോഷ്യൽ ഗ്യാതറിങ്സും കൂടുതൽ ആൾക്കാരായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെയാണ് നമുക്കൊരു പോസിറ്റീവ് എനർജിയും സന്തോഷമൊക്കെ നൽകുന്നത്. സോ അത് അധികം സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. 2 മണിക്കൂറിന് ശേഷം നമ്മൾ നേരെ മുസഫയ്ക്ക് ബാഡ്മിൻ്റൺ കളിക്കാൻ പോയി. അങ്ങനെ മുസഫയിലെത്തി നമ്മൾ കളി തുടങ്ങി. അതിന് മുമ്പ് നല്ല വെല്ലുവിളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ഓഫ് 3 മാച്ചായിരുന്നു. ആദ്യത്തെ മാച്ച് മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ മാച്ചിൽ നമ്മൾ ജയിച്ചു. പിന്നെ നമുക്ക് ഈ സെയിം ടീമായിട്ട് മാച്ച് കളിക്കാൻ പറ്റിയില്ല, ടൈം ഉണ്ടായിരുന്നില്ല. അല്ലാതെ തന്നെ നമ്മൾ 5-6 പേരുണ്ടായിരുന്നു. നമ്മൾ പലവരായിട്ടും ടീമായിട്ടും മിക്സ് ചെയ്തിട്ടൊക്കെ മാച്ചസ് കളിച്ചു. സോ ആ കളി കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിൽ നമ്മളുടെ ലേഡീസ് എല്ലാവരും കൂടിയിട്ട് മാച്ചസൊക്കെ കളിച്ചു. ഇത് വീണ്ടും പിന്നീട് വെല്ലുവിളിയായിട്ട് ഷാഫി വന്നു. ഞങ്ങൾ രണ്ടാളും കളി തോക്കണ ആള് ഫുഡ് മേടിച്ചു. ആർക്ക് ഫുഡ്? നിങ്ങൾക്ക് മാത്രമേ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഡബിൾസിലെ ബെസ്റ്റ് ഓഫ് 3 മാച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സിംഗിൾസിലെ ഷാഫിയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് ഷാഫിനെ തറ പറ്റിച്ച് ആ മാച്ച് നമ്മളാണ്ട് തൂക്കിയിട്ടാ. അപ്പോൾ ബെറ്റിൻ്റെ അവസ്ഥ പോലെ നമ്മൾ നേരെ ബെന്നുവിലാവിൽ പോയിട്ട് ഫുഡ് അടിക്കാൻ തീരുമാനിച്ച്. ഇതെന്നും ഇങ്ങനെ തന്നെ, എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യും, നല്ല രീതിയിൽ കലോറീസ് ബേൺ ചെയ്ത് കളയും, എന്നിട്ട് നേരെ ആ ബേൺ ചെയ്ത കലോറി പിന്നെയും പോയി കയറ്റും. ഇങ്ങനൊരു പ്രത്യേക ജീവിതം. അപ്പോൾ നാളെ വരാം കേട്ടോ, ബൈ.